നേരം സന്ധ്യാവാറായി, പെട്ടെന്ന് നടക്ക്. നിർത്തടി. നിന്നോട് വെളിയിറങ്ങുമ്പോ പാട്ട് പാടാൻ ആരാ പറഞ്ഞത്? നീ ഒരു പെണ്ണ. നിന്റെ ജീവിതം 4 ചുവരുകൾക്കുള്ളിൽ അടഞ്ഞു തീരാനുള്ളതാ. മനസ്സിലായോ? നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ പാട്ട് പാടുന്നു. രാജശേഖര വർമ്മയുടെ മോന അതിന്റെ നാണക്കേട്. പെണ്ണുങ്ങള് പാടണ്ട, ആടണ്ട. മനസ്സിലായല്ലോ? കാൽപാദം നോക്കി വന്നപ്പം അറിയാതെ പാടിപ്പോയതാ ചേട്ടാ. കാൽപാദം നോക്കി വന്നു. ഞാൻ എവിടെ ചവിട്ടുന്നോ ആ കാൽപാദത്തിൽ വേണം നീയും ചവിട്ടാന്. അനുസരണ വേണം, ഭർത്താവും കുഞ്ഞും മാത്രം. മനസ്സിലായല്ലോ? സാരി പിടിച്ച് നേരെ നടക്ക്. രാജശേഖര വർമ്മയുടെ മോന്റെ അടുത്താ പാട്ടും കൂത്തും. അയ്യോ ചേട്ടാ, കാൽപാദം മാറിപ്പോയി ചേട്ടാ. നല്ലപോലെ ചവിട്ടുണ്ടായോ? പുറമോട്ട് നടക്ക്. ഇവിടെ ചവിട്ട്. വാ. നീ നല്ലപോലെ പാടുന്നുണ്ടല്ലോടി. ഞാൻ കൊച്ചിലെ തൊട്ടേ നല്ലോണക്ക് പാടും. എന്റെ അമ്മ പാടും, അച്ഛൻ പാടും, അമ്മുവ പാടും, എല്ലാരും മതി മതി. ഈ 4 ചുവരുകൾക്കുള്ളിൽ പാടേണ്ടവളല്ല. അതുകൊണ്ട് ഞാൻ വെളിയിൽ വന്നിരുന്ന് പാടുന്നേ. ഞാൻ സത്യം പറഞ്ഞ ഞാൻ ആലോചിക്കുക, നീ സംഗീതം പഠിച്ചിട്ടുണ്ടോ? അയ്യോ ഇല്ല, ജന്മസിദ്ധമായി എനിക്ക് കിട്ടിയ കഴിവാ. എന്നൊരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ ഗാനമേളയ്ക്ക് അമ്പലപ്പറമ്പിൽ പാടാൻ കൊണ്ടുപോട്ടെ. അയ്യോ വേണ്ട വേണ്ട, ആൾക്കാരൊക്കെ കാണും, എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കുന്ന? നാണക്കാരിയാണോ നീ? ഓ ചേട്ടാ, അതൊന്നും വേണ്ട ചേട്ടാ. വേണമെങ്കിൽ നമുക്ക് എന്റെ ശബ്ദം മാത്രം കേൾപ്പിച്ച് CD-ക്കകത്തോ കാസറ്റിനകത്തോ ഇറക്കാം. അതാ നല്ലത്. അല്ലടി, ഇപ്പൊ ഒരു പുതിയ സാധനം വന്നിട്ടുണ്ടല്ലോ, 30 സെക്കൻഡോ 20 സെക്കൻഡോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈറലാവാൻ പറ്റിയേ. അയ്യോ, അതിനകത്തൊക്കെ എന്തുമാത്രം അപകടം പതിയിരിപ്പുണ്ടെന്ന് അറിയാമോ? എനിക്ക് പേടിയാകുന്ന. അത് പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമേ അല്ല. ദൈവമേ, സത്യം പറഞ്ഞ ഇത്രയും ഭാഗ്യമുള്ളൊരു ഭാര്യയെ എനിക്ക് കിട്ടിയല്ലോ. നിനക്ക് എന്റെ ഭർത്താവ് കുഞ്ഞെന്നുള്ള ചിന്ത മാത്രം പോരാ, ഈ സംഗീതം 10 പേര് അറിയണം. വേണ്ട ചേട്ടാ, എനിക്കിത് മതി. എനിക്ക് ചേട്ടന് പാടി തന്നാ മതി. വേറെ ആരും എന്റെ കഴിവ് കാണണ്ട. 30 സെക്കൻഡ് ഇടണേ. 1 2 3 സ്റ്റാർട്ട്. ഇയാളെന്താണോ അനങ്ങാത്തത്? എടോ, ഈ വീഡിയോ ചെയ്യുമ്പോ ഇയാളോട് അനങ്ങണം. ഇയാളോട് അനങ്ങിയാലേ നമുക്ക് ആ ഒരു പഞ്ച് കിട്ടത്തുള്ളൂ. ഞങ്ങൾ ചെയ്യുന്നതിന്റെ കൂട്ട് ആ ഒരു മോഡലിൽ ചെയ്യേ, അപ്പോഴേ നല്ല. ഇതെല്ലാം വരണോ? എല്ലാം വരണം. ഒരു മുൻഷി മോഡ് വേണം. ഓക്കെ, പിന്നെ ഫിൽറ്റർ ഇട്ടേക്കണേ. അല്ല സാറേ, ഞാനും ഡാൻസ് കളിക്കണോ? അതല്ലേ പറഞ്ഞ ഇയാള് കളിക്കണമെന്ന്. ആണോ? അതാണോ പുതിയ രീതി? അതാ പുതിയ രീതി, എന്നാലേ എഫക്റ്റ് വരത്തുള്ളൂ. എനിക്കറിയത്തില്ലായിരുന്നു. എന്നാ അങ്ങനെ ചെയ്യാം. ശരി ശരി. ഓക്കെ ഓക്കെ. Hi baby, hi. Okay okay, good night, good night. Good morning. Hey baby. baby. Where are you going? ഇപ്പൊ ഡ്രിങ്ക് ക്യാഷ് വരും. അവന്റെ കൂടെ കുറച്ച് വീഡിയോസ് ചെയ്ത് ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടി പോവാ. Who is that fellow? എനിക്കും അറിഞ്ഞൂടെ, ബട്ട് 4000 കോടി ഫോളോവേഴ്സ് ഉണ്ട്. 4000 കോടി ഫോളോവേഴ്സ്? യെസ്. പിന്നെ ഷെയ്ഡ്സ് ഓഫ് സ്റ്റാർലൈറ്റ് വരും. അവൻ നൈജീരിയൻ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പൊ അവളുടെ കൂടെ വീഡിയോസ് ചെയ്ത് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്. അവർക്ക് 3500 crore ഫോളോവേഴ്സ് ഉണ്ട് കേട്ടോ. 500 കോടി ഫോളോവേഴ്സ്. ഓക്കേ ഓക്കേ ഓക്കേ, ബൈ. ബേബി, പിന്നെ ഫുഡ് അടുക്കളയിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഓക്കേ, അടുക്കള ഫ്രിഡ്ജിലാ? നോ, സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. എല്ലാം എടുത്ത് ഉണ്ടാക്കി തിന്നാ. ഓക്കേ, ബേബി സ്ലീപ്പ് ചെയ്യാണ്. അവളെ നോക്കണം. സോറി ബേബി. Hey baby. ഓക്കേ. നമ്മുടെ കുഞ്ഞിന്റെ പേരെന്ത് വരുന്നു? ഏട്ടാ, ലിറ്റിൽ ഗ്രൗണ്ട് ക്രാക്കർ. ലിറ്റിൽ ഗ്രൗണ്ട് ക്രാക്കർ. 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 യെസ്. ഓക്കേ, ട്രാക്കർ. ഓക്കേ, കേട്ടോ. ഓക്കേ, അവൾക്ക് 13k ഫോളോവേഴ്സേ ഉള്ളൂ. അവൾക്ക് ഫോളോവേഴ്സിനെ കൂട്ടണം. ഓക്കേ Okay, baby. ഓ, ഡ്രിങ്ക് ക്യാഷ്, ഐ ആം കമിങ്. ഞാൻ പോട്ടെ. ഓക്കേ, ബൈ. ബൈ. രാത്രി 1 മണിക്ക് മുമ്പ് വരണേ. ഓക്കേ, ബൈ. ഓക്കേ. ആരാണ്? പോയിട്ട് വരട്ടെ. ഭഗവാനേ, വൈറലായാൽ മതിയായിരുന്നു നമ്മളൊന്നും. ഹായ് ബേബി. വൗ.